നമസ്കാരം, എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ സെറ്റ് എക്സാം എഴുതി അതിൻ്റെ ആൻസർ കീ വന്നു, LBSൻ്റെ ആൻസർ കീ വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആൻസർ കീ ഒക്കെ നോക്കി ഇരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പാസ്സായവരുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിൽ നിങ്ങൾക്ക് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഒക്കെ പോയ ആളുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ 1 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പാസ്സായാനേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ LBS ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ള നമ്മുടെ ആൻസർ കീയിൽ ഒരു ആൻസർ എന്ന് പറയുന്നത് റോങ് ആയിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് മലയാളത്തെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആൻസർ കീ ചലഞ്ച് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ അത് നമുക്ക് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്കിന് പോയവർക്ക് അതൊരു വലിയ നേട്ടമായിരിക്കും. കാരണം സെറ്റ് പോലുള്ള ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഇത് കോഡ് ബിയിൽ 34ാമത്തെ ചോദ്യമാണ്. അതിൽ തെറ്റായ ആൻസർ LBS കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. LBS സെൻറ്ററിൻ്റെ ആ ഒരു ആൻസർ കീയിൽ അവർ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ശരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ചേരുംപടി ചേർക്കുക. അതിൽ സൈദ്ധാന്തികരും അവരുടെ കൃതികളുമാണ് തന്നിട്ടുള്ളത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് വീഡിയോസിൽ, നമ്മൾ റിവിഷൻ വീഡിയോസിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അനാലിസിസ് വീഡിയോസിലൊക്കെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ തന്നിട്ടുള്ള സെയിം ചോദ്യം തന്നെയാണ് ഇവിടെ നമുക്ക് ഈ എക്സാമിനും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഇതിൽ ഓപ്ഷനായിട്ട് സി ആണ് ശരിയുത്തരമായിട്ട് LBS സെൻറ്റർ കൊടുത്തത് എന്ന് പറഞ്ഞു. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. നോക്കൂ, രുദ്രടൻ്റെ കൃതി എന്ന് പറയുന്നത് കാവ്യാലങ്കാരമാണ്. ഓക്കെ, രുദ്രടൻ്റെ കൃതി കാവ്യാലങ്കാരമാണ്. ദണ്ഡിയുടെ കൃതി കാവ്യ ആദർശമാണ്. മമ്മടൻ്റെ കൃതി കാവ്യപ്രകാശമാണ്. വിശ്വനാഥ കവിരാജൻ്റെ കൃതി സാഹിത്യ ദർപ്പണമാണ്. ഇത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതുപോലെ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ കൃതി തന്നിട്ട് ഇത് ആരുടേത് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്ക് ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് എന്ന് നമ്മൾ തെളിവ് കൂടി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആൻസർ ഒന്നുകിൽ അത് ക്യാൻസലായി പോവുള്ളൂ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അവർ റിസൾട്ട് ഇടുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത് സാഹിത്യ ദർപ്പണം. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സാഹിത്യ ദർപ്പണം എന്ന് പറയുന്ന കൃതി നമുക്ക് നമ്മുടെ ഇതിൽ ചോദിച്ചിട്ടുള്ളതാണ്. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയും നാടകൃത്തും ആലങ്കാരികനുമായിട്ടുള്ള വിശ്വനാഥ കവിരാജൻ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലും വന്നിട്ടുള്ളത്, വിശ്വനാഥ കവിരാജൻ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള സംസ്കൃത കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ് സാഹിത്യ ദർപ്പണം എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി അത് കാവ്യാദർശം നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിലുള്ളതാണ്. ആചാര്യദണ്ഡിയാണ്. ആചാര്യദണ്ഡി കാവ്യാദർശത്തിൽ 2ഉം 3ഉം അധ്യായങ്ങളിലായിട്ടാണ് അലങ്കാരങ്ങളെ വിസ്തരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ആചാര്യദണ്ഡിയാണ് ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി കാവ്യാലങ്കാരമാണ് പറയുന്നത്. കാവ്യാലങ്കാരം 9ാം ശതകത്തിൽ ജീവിച്ചിരുന്ന രുദ്രടൻ്റെ കൃതിയാണ് കാവ്യാലങ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, കാവ്യാലങ്കാരം എന്ന പേരിൽ ഭാമഹനും അതുപോലെ തന്നെ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന പേരിൽ അല്ലെങ്കിൽ കാവ്യാലങ്കാരം എന്ന് തന്നെയുള്ള പേരിൽ വാമനനും കൃതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് രുദ്രടനാണ്. അതുകൊണ്ട് നമുക്ക് രുദ്രടൻ ചൂസ് ചെയ്യാം. ഓക്കെ, 9ാം ശതകത്തിൽ ജീവിച്ചിരുന്ന രുദ്രടൻ്റെ കൃതിയാണ് കാവ്യാലങ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഈ കൃതികൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ വിശ്വനാഥ കവിരാജൻ്റെ സാഹിത്യ ദർപ്പണം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തെളിവായിട്ട് നിങ്ങൾക്ക് LBSന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഇന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചലഞ്ച് ചെയ്യുക. സെറ്റ് എല്ലാവരും ക്വാളിഫൈ ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.